ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു എക്സ്പെരിമെൻ്റ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു ചട്ട കടലാസാണ്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ രണ്ട് കുഞ്ഞു മാഗ്നറ്റുകൾ വേണം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഇരുമ്പൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പൊടിയാണ് ഗൈസ്, ഇരുമ്പ് പൊടി. ഇനി ഗൈസ് നമ്മൾ എടുത്തു വെച്ച ഈ ഒരു ഇരുമ്പ് പൊടി നമുക്ക് ഈ ഒരു ചട്ടയ്ക്ക് മുകളിലേക്കായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതൊരു ചതുരാകൃതിയിലേക്കായിട്ട് ഒന്ന് പരത്തി വയ്ക്കാം. ഗൈസ് അങ്ങനെ നമ്മളത് പരത്തി വെച്ചിട്ടുണ്ട്. ഗൈസ് അങ്ങനെ നമ്മൾ എടുത്തു വെച്ച ഈ ഒരു മാഗ്നറ്റ് നമ്മൾ ഈ ഒരു ചട്ടക്കടലാസിൻ്റെ അടിയിലൂടെ ഇങ്ങനെ ചലിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു മാഗ്നറ്റ് പുറത്തേക്ക് എടുക്കുമ്പോൾ ആ ഒരു മാഗ്നറ്റിൻ്റെ ഒപ്പം തന്നെ ആ ഇരുമ്പ് തരികൾ ഇങ്ങനെ ചലിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടാവും ഗൈസ്. ഗൈസ് ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ഈ ഒരു ഇരുമ്പ് പൊടി ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം പാർന്ന് കൊടുക്കാം കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ച സമയത്ത് ചെറിയ ചെറിയ ബോളുകളായിട്ട് കിടക്കുന്നത് കാണുന്നുണ്ടാവും. ഇനി നമ്മൾ നേരത്തെ എടുത്ത മാഗ്നറ്റ് ആ ഒരു ഗ്ലാസിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ ചലിപ്പിക്കുന്ന സമയത്ത് കണ്ടോ ഗൈസ്, ഓരോ സംഭവങ്ങൾ ഇങ്ങനെ വന്ന് നമ്മളാ ഒരു മാഗ്നറ്റ് എടുക്കുന്ന സമയത്ത് അത് തിരിച്ച് ചാടുന്നുണ്ട് ഗൈസ്. പിന്നെ നമ്മൾ മാഗ്നറ്റ് വെക്കുമ്പോൾ അതിങ്ങനെ പോരുന്നുണ്ട്. അടിപൊളിയായില്ലേ ഗൈസ്. നമ്മൾ വീണ്ടും ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിൽ ഇരുമ്പ് പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നേരെ ചോട്ടിലായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച് ആ ഒരു മാഗ്നറ്റ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഗ്ലാസ്സിലേക്ക് ഒരല്പം വെള്ളം ഒഴിക്കുകയാണ് ഗൈസ്. ഇനി നമ്മൾ ആ വെള്ളം തന്നെ തിരിച്ച് വേറൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന സമയത്ത് ആ ഒരു ഇരുമ്പ് പൊടി ആ ഒരു ഗ്ലാസിൻ്റെ അടിയിലായിട്ട് തന്നെ നിൽക്കുന്നത് കാണാം. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ അടിയിൽ മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. ആ ഒരു മാഗ്നറ്റിൻ്റെ ആകർഷണം കൊണ്ടാണ് ആ ഇരുമ്പ് പൊടി മാത്രം ആ ഗ്ലാസ്സിൽ നിന്ന് വെള്ളം ഗ്ലാസ്സിലേക്ക് പോയത്.